ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ വീണ്ടും IPL ആവേശത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഇനിയുള്ള ഓരോ മത്സരങ്ങളും ചില ടീമുകൾക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാനും ചില ടീമുകൾ പുറത്തേക്ക് പോകാനുള്ള നോക്കൌട്ട് മത്സരങ്ങൾ കൂടിയാണ്. അതെ, അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആവേശം നിറഞ്ഞ അതിനിർണായക പോരാട്ടങ്ങളാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. ഏതായാലും IPL ഫൈനൽ മത്സരം ജൂൺ 3-നാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് മെയ് 26-ൽ നിന്നും ഒരാഴ്ച എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ജൂൺ 3-ന് IPL ഫൈനൽ മത്സരം നടക്കുന്നു. ഇവിടെ തീർച്ചയായിട്ടും ചില ഓവർസീസ് താരങ്ങൾക്ക് നാഷണൽ ഡ്യൂട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ പ്ലേ ഓഫിൽ കളിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ചില ടീമുകൾക്ക് വലിയ തിരിച്ചടിയായിട്ടുമുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തീർച്ചയായിട്ടും മെയ് 29 മുതൽ ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ODI സീരീസ് നടക്കുന്നുണ്ട്. മാത്രവുമല്ല ജൂൺ 11 മുതലാണ് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള WTC ഫൈനൽ മത്സരം ആരംഭിക്കുന്നതും. അതുകൊണ്ടൊക്കെ തന്നെ ചില ഓവർസീസ് താരങ്ങളുടെ കാര്യത്തിൽ IPL ടീമുകൾക്ക് വലിയ ആശങ്കകളുമുണ്ട്. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് 2 ടീമുകളെ കുറിച്ചാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ആ 2 ടീമുകൾക്കാണ് ഓവർസീസ് പ്ലേയേഴ്സിന്റെ അഭാവം ഏറ്റവും അധികം തിരിച്ചടിയാവാൻ പോകുന്നതും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തിക്കോളൂ. ഒന്നാമത്തെ ടീം ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. അതെ, GTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാരിൽ ഒരാളായിട്ടുള്ള ജോസ് ബട്ട്ലർ മെയ് 26 മുതൽ പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കാൻ GTക്ക് ഉണ്ടാവില്ല എന്നുള്ളത് അവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. ഒരൊറ്റ മത്സരം വിജയിച്ചാൽ ഗുജറാത്ത് ടൈറ്റൻസ് 100% പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിക്കും. നിലവിലെ സാഹചര്യത്തിൽ GTക്ക് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. പക്ഷേ പ്ലേ ഓഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജോസ് ബട്ട്ലറെ പോലെയുള്ള ഒരു താരത്തെ അവർ ശരിക്കും മിസ് ചെയ്യുന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിലേക്ക് എത്തിയപ്പോൾ ജോസ് ബട്ട്ലറുടെ അഭാവം അവർ എത്രത്തോളം ബാധിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ കാര്യവുമാണ്. ഗുജറാത്ത് ടൈറ്റൻസ് ഓൾറെഡി ബട്ട്ലറിനെ റീപ്ലേസ്മെന്റ് ആയിക്കൊണ്ട് കുശൽ മെൻഡിസിനെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അതേപോലെ ഷെർഫൈൻ റുദർഫോർഡും അവർക്ക് വേണ്ടി പ്ലേ ഓഫിൽ കളിക്കാൻ ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊരു ടീം ഡൽഹി ക്യാപിറ്റൽസ് ആണ്. അതെ, മറ്റാരെക്കുറിച്ചുമല്ല, മിച്ചൽ സ്റ്റാർക്കിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. DCയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഇപ്പോഴും അവർ പ്ലേ ഓഫ് ഒന്നും ഉറപ്പിച്ചിട്ടില്ല. ഇനിയുള്ള ഓരോ മത്സരങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മിച്ചൽ സ്റ്റാർക്കിനെ പോലുള്ള ഒരു ബോളറെ അവർക്ക് നഷ്ടമാവുന്നത്. തീർച്ചയായിട്ടും ഡൽഹി ക്യാപിറ്റൽസിന് ഇതൊരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും. ശരിയാണ്, ചില ഘട്ടങ്ങളിൽ ഒരല്പം റൺസൊക്കെ അദ്ദേഹം ലീഗ് ചെയ്യാറുണ്ടെങ്കിൽ കൂടി ആ സമ്മർദ്ദ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ പവർ എന്താണെന്നുള്ളത് നമ്മൾ പലതവണ കണ്ടറിഞ്ഞ കാര്യവുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ DCക്ക് മിച്ചൽ സ്റ്റാർക്ക് ഒരു വലിയ നഷ്ടം തന്നെയായിരിക്കും. ജെയ്ക് ഫ്രേസർ മഗൂർക്കും ഇനി DCക്ക് വേണ്ടി കളിക്കില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പകരം ഡൽഹി ക്യാപിറ്റൽസ് ഇനി ആരെ കളിപ്പിക്കും എന്നുള്ളതും കണ്ടതെന്ന് അറിയേണ്ട ഒരു കാര്യമാണ്. ചുരുക്കം പറയുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിന് ഒട്ടും എളുപ്പമല്ല ഇനിയുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും അതിശക്തമായി അവരുടെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് ഇനിയും അവർ മുമ്പോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് DC ആരാധകരും കാത്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.